ഹായ് അസ്സലാമു അലൈക്കും നമസ്കാരം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കുക്കിംഗ് വീഡിയോ അല്ല, ഇന്നൊരു ചെറിയ വ്ളോഗാണ്. ഇതെൻ്റെ ഒരു സിസ്റ്ററിൻ്റെ വീടാണ്. ഇനി ഞാൻ നാട്ടിൽ നിന്ന് പോകുമ്പോൾ കുറച്ച് പ്ലാന്റുകൾ മേടിച്ച് വെച്ചിരുന്നു. അതിൽ കുറേയൊക്കെ ഉണങ്ങിപ്പോയി, കുറച്ചൊക്കെ ഉണ്ടായി. അപ്പോൾ അതിൽ ഞാൻ സ്വീറ്റ് അമ്പഴങ്ങ ഒരെണ്ണം മേടിച്ച് വെച്ചിരുന്നു. അപ്പോൾ ഒരുപാട് കായകൾ ഞാൻ വന്ന് നോക്കുമ്പോൾ അതിൽ ഉണ്ടായിട്ടുണ്ട്, നിറച്ചുണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വീറ്റ് അമ്പഴങ്ങ നമ്മൾ ഗൾഫിലൊക്കെ കിട്ടുന്നത് നമ്മൾക്ക് അച്ചാറിടാനും അതേപോലെ തന്നെ നമുക്ക് ഉപ്പിലിട്ട് വെക്കാനൊക്കെ പറ്റുന്നതാണ്. പച്ചക്കൊക്കെ കഴിക്കാം, പക്ഷെ ഞാനത് കഴിക്കാറില്ല. ഇത് ഞാൻ എൻ്റെ അനിയത്തിയുടെ വീട്ടിൽ പോയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അവിടെ നിന്ന് പൊട്ടിച്ച് കഴിച്ചപ്പോൾ. അപ്പോൾ ഞാനും ഒരു ചെറിയ തൈ മേടിച്ച് വെച്ചതാണ്. വരുമ്പോഴത്തേക്കും ഇതേപോലെ 4 മാസമായിട്ടുള്ള വെച്ചിട്ട് ഒരുപാട് കായ ഉണ്ടായി, മൂത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ വന്നപ്പോൾ ഒരെണ്ണം തന്നെ അപ്പം തന്നെ പൊട്ടിച്ച് കഴിച്ചു. ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നല്ല സ്വീറ്റാണ്, നല്ല ഹെൽത്തിയാണ്. നമ്മളുടെ മക്കൾക്കൊക്കെ നമുക്ക് അത്യാവശ്യം കൊടുക്കാനൊക്കെ ഇങ്ങനത്തെ ഒരു 2-3 പ്ലാന്റൊക്കെ മേടിച്ച് വെക്കുകയാണെങ്കിൽ നമ്മളുടെ മക്കൾക്കൊക്കെ കഴിക്കാൻ ഇതിൽ നിന്ന് അത്രയ്ക്കും കായ്കൾ കിട്ടും. ഇതേപോലെ നമ്മൾക്ക് നാച്ചുറലായിട്ട് കൊടുക്കാൻ പറ്റിയൊരു പ്ലാന്റാണ് ഇത്. വാങ്ങിച്ച് വെക്കുന്നത് നല്ലതാണ്. അതേപോലെ എൻ്റെ അനിയത്തി ഒരുപാട് കൃഷികൾ വെച്ച് പിടിപ്പിക്കുന്ന ആളാണ്. പലതരത്തിലുള്ള കൃഷികളുണ്ട് അവളയിൽ, ഫ്രൂട്ട്സും അതേപോലെ പച്ചക്കറികളും എല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ പോയപ്പോൾ ഞാൻ അവിടുന്ന് പൊട്ടിച്ച് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഗോവയ്ക്ക ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ വഴുതനങ്ങ, പലതരത്തിലുള്ള വഴുതന ഉണ്ട്. പിന്നെ പച്ചമുളക്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ എല്ലാ സാധനവും അവൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ വീട്ടിലൊക്കെ നമുക്ക് വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് വിഷമില്ലാതെ തന്നെ നമ്മളുടെ മക്കൾക്കും നമ്മൾക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള പച്ചക്കറികൾ കഴിക്കാം. അപ്പോൾ അവൾ ടെറസിലും അതേപോലെ താഴെയും ഒരുപാട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതേപോലെ കുറച്ച് ചെടികളും ഞാൻ പോകുന്ന ടൈമിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ക്രേസ് എപ്പോഴും ചെടികളോടാണ്. ഞാൻ എപ്പോഴും പലതരത്തിലുള്ള ചെടികളാണ് വീട്ടിൽ വെച്ച് പിടിപ്പിക്കുക. അവൾ അങ്ങനെയല്ല, അവൾ ഒരുപാട് കൃഷികൾ വെച്ച് ഉണ്ടാക്കും. എൻ്റെ സിസ്റ്റർ പലതരത്തിലുള്ള ഫ്രൂട്ട്സുകളും അതേപോലെ തന്നെ പച്ചക്കറികളും എല്ലാം പരീക്ഷിക്കും. പലതരത്തിലായിട്ട് ഒരുപാട് ഫ്രൂട്ട്സുകളും അതേപോലെ തന്നെ ഒരുപാട് പച്ചക്കറികളും അവളെ വീട്ടിലുണ്ട്. അതുപോലെ മുളക് തന്നെ പലതരത്തിലുള്ള മുളകുകളുണ്ട്. എനിക്കെപ്പോഴും ക്രേസ് ചെടിയോടാണ്. ഞാൻ ചെടികൾ മാത്രമേ എപ്പോഴും സംരക്ഷിക്കാറുള്ളൂ. ഇപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമായി കൃഷിയൊക്കെ വെച്ച് പിടിപ്പിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ പലതരത്തിലുള്ള സാധനങ്ങൾ നമുക്ക് കഴിക്കാൻ കിട്ടാറുണ്ട്. നമ്മൾ കാണാത്ത സാധനങ്ങളൊക്കെയാണ് അവൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫ്രൂട്ട്സുകളുടെ പേരൊന്നും എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ ഒന്നും ഇതുവരെ കഴിക്കാത്ത പലതരത്തിലുള്ള ഫ്രൂട്ട്സുകളാണ് നമ്മൾക്ക് അവൾ തരിക. ഒക്കെ പൊട്ടിച്ച് കൊണ്ടുവരും. അത് ഇതേപോലെ വയലറ്റ് മുളകൊക്കെ എൻ്റെ സിസ്റ്റർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് മുളക് തൈ, പലതരത്തിലുള്ള മുളക് തൈകളുണ്ട്. അപ്പോൾ എപ്പോൾ പോയാലും ഞാൻ കുറച്ച് മുളകൊക്കെ പൊട്ടിച്ച് കൊണ്ടുവരും. അതേപോലെ തന്നെ പച്ചക്കറികളൊക്കെ ഉണ്ടെങ്കിൽ ചെടികളൊക്കെ മൊട്ടിട്ട് നിൽക്കുന്ന പോലെയാണ് ഈ ഒരു മുളക്. അതേപോലെ പയർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, വലിയ വൻപയർ. അപ്പോൾ അതൊക്കെ ഉണ്ടായി വരുന്നുള്ളൂ. ഇപ്പോഴത്തെ സീസൺ ഗോവയാണ്. അപ്പോൾ ഞാൻ ഗോവയ്ക്ക കുറച്ച് പൊട്ടിച്ചിട്ട് തോന്നുന്നു. അതേപോലെ വഴുതനങ്ങ പലതരത്തിലുണ്ട്. അപ്പോൾ കുറച്ച് വഴുതനയും കുറച്ച് മുളകും എനിക്ക് കിട്ടി. അപ്പം എൻ്റെ സിസ്റ്റർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചെടി, ഇങ്ങനത്തെ പച്ചക്കറികൾ വെച്ച് പിടിപ്പിക്കൽ, അതുപോലെ പരീക്ഷണങ്ങളൊക്കെ. പക്ഷെ എനിക്ക് അങ്ങനെ പരീക്ഷണങ്ങളൊന്നും അറിയില്ല. ഞാൻ ഏറ്റവും കൂടുതൽ ചെടികളാണ്, പലതരത്തിലുള്ള ചെടികളാണ് വെച്ച് പിടിപ്പിക്കുക. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് പഴുത്ത് നിൽക്കുന്നുണ്ട്. അതേപോലെ അവൾ ടെറസിലും വെച്ചിട്ടുണ്ട്, താഴെയും വെച്ചിട്ടുണ്ട്. വെണ്ട തന്നെ പലതരത്തിലും അതും കണ്ടിരുന്നു അവിടെ. അപ്പോൾ വെണ്ടൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ തക്കാളിയൊക്കെ കുറേ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്കും ഇതുപോലെയൊക്കെ 2-3 തണ്ടൊക്കെ നമ്മൾക്ക് ഇതുപോലെ ഗോവയുടെ ഒക്കെ വിത്ത് പാവി നമ്മളുടെ വീട്ടിലൊക്കെ ഒരു പന്തൽ പോലെയൊക്കെ നിർത്തുകയാണെങ്കിൽ നമ്മളുടെ വീട്ടാവശ്യത്തിനുള്ള ഗോവയൊക്കെ നമുക്ക് നാച്ചുറലായിട്ട് തന്നെ കഴിക്കാം. ഏറ്റവും കൂടുതൽ നമുക്ക് ശരീരത്തിന് ദോഷം ചെയ്യുന്നതാണ് ഫ്രൂട്ട്സും അതുപോലെ പച്ചക്കറികളൊക്കെ വിഷം അടിച്ചിട്ടുള്ളത് കൊണ്ട് ഏറ്റവും കൂടുതൽ നമ്മളുടെ കിഡ്നിക്കും ലിവറിനും അതുപോലെ രോഗങ്ങൾക്കൊക്കെ ഏറ്റവും കാരണം നമ്മളുടെ ഈ വിഷം അടിച്ചിട്ടുള്ള ഭക്ഷണങ്ങളാണ്.
അപ്പോൾ ഇതേപോലെ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇതുകൊണ്ട് തന്നെ നമുക്ക് വെറൈറ്റികൾ ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ പല പേരുകളൊക്കെ പറഞ്ഞാലും എനിക്ക് ആ പേരൊന്നും പറയാൻ കിട്ടില്ല, അത്രക്കും ഇഷ്ടം പോലെ. അപ്പോൾ നല്ല വെയിലായിരുന്നു, വെയിലത്ത് പോയിട്ടാണ് ഇതൊക്കെ ഞാൻ പൊട്ടിച്ചത്. നല്ല വെയിലുണ്ടായിരുന്നു. ഇതേപോലെയൊക്കെ പൊട്ടിച്ചിട്ട് എല്ലാവർക്കും അവൾ കൊടുക്കും. അതേപോലെ കൈപ്പക്ക ഒരു ഭാഗം കുറേ പടർന്ന് നിൽക്കുന്നുണ്ട്, ഇഷ്ടം പോലെ കായ്ച്ചിട്ടുമുണ്ട്. കുറച്ചുകൂടി വലുതാവാനുണ്ട്, അത് കാരണം ഞാൻ അതിൽ നിന്ന് പൊട്ടിച്ച് കൊണ്ടുവന്നില്ല. ഇത്തിരി വലുതായതിന് ശേഷം പൊട്ടിക്കാമെന്ന് വെച്ച്. കുറേ ഉണ്ടായി കിടക്കുന്നുണ്ട്. കഴിച്ചില്ലെങ്കിലും നമ്മൾക്കിത് കാണാൻ ഭയങ്കര രസമാണ്. പറമ്പ് നിറച്ച് കൃഷികളും അതേപോലെ ഫ്രൂട്ട്സുകളും പലതരത്തിലുള്ളതൊക്കെ കാണുമ്പോൾ നമുക്ക് കഴിക്കണേക്കാളും സംതൃപ്തിയാണ് നമ്മൾക്കിത് കാണാനായിട്ട്. അതുപോലെ കുറേ എണ്ണത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്. കാബേജൊക്കെ അവർ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. കാബേജൊക്കെ കുറേ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം പുതിനയില, മല്ലിയില അങ്ങനെയൊക്കെ നമ്മളുടെ വീട്ടിൽ തന്നെ നമ്മൾക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾക്കിതൊക്കെ ആരോഗ്യത്തിന് ഏറ്റവും ഗുണം ചെയ്യും. അപ്പോൾ അവളതൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് വീഡിയോ എടുത്ത് പോകുന്നതാണ്. നല്ല വെയിലായിരുന്നു, കുറേ നേരം നിൽക്കാനൊന്നും പറ്റിയില്ല, പെട്ടെന്ന് പോയിട്ട് പോകുന്നതാണ്. ലെമണൊക്കെ ഒരുപാട് കാഴ്ച നിൽക്കുന്നുണ്ട്. അതുപോലെ ഇതൊരു ചാമ്പയ്ക്കയാണെന്നാണ് പറഞ്ഞത്, പക്ഷെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം നമ്മളുടെ വീട്ടിലൊക്കെ ഉള്ള ചാമ്പയ്ക്ക വേറെ ഒരു സ്വീറ്റ് ചാമ്പയ്ക്കയാണ്. നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട്, പെട്ടെന്ന് തന്നെ കായ്ക്കും എന്നാണ് പറഞ്ഞത്. ഇതിനൊക്കെ ഒരു പേരുണ്ട്, പേരൊന്നും എനിക്കറിയില്ല. ഇനി ടെറസിൻ്റെ മുകളിൽ കയറി നോക്കിയപ്പോൾ അതിലേറെ ഒരുപാട് കാഴ്ച നിൽക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഞാനിതൊക്കെ ലൈവായിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്, ഇത്രയധികം കാഴ്ച നിൽക്കുന്നത്. അപ്പോൾ കുറേ ഇതുമൊന്നും പൊട്ടിച്ചു ഞങ്ങൾ, ഇഷ്ടം പോലെ ഉണ്ടാവുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളുടെ കറികൾക്ക് ആവശ്യമുള്ള പച്ചക്കറിയൊക്കെ നമ്മൾക്ക് ഇതേപോലെ ടെറസിലൊക്കെ വെച്ച് പിടിപ്പിക്കാം. ഇതൊക്കെ വെറൈറ്റി സാധനങ്ങളാണ്, നല്ല മധുരമാണ് ഇതൊക്കെ. ഇതൊരു സ്റ്റാർ ഫ്രൂട്ടാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ് ഇതിനും, നല്ല മധുരമാണ്. നമ്മൾ സ്റ്റാർ ഫ്രൂട്ട് കഴിക്കാറ് വലിയതാണ് കഴിക്കാറ്, ഇത് നല്ല ചെറുതാണ്, നല്ല രുചിയാണ് ഇത് കഴിക്കാനും.